ഇനി ഇവിടെ കൈ വെക്കേണ്ടത് എങ്ങനെയാണ്? സുജൂദിൽ കൈ വെക്കേണ്ടത് എങ്ങനെയാണ്? ചില ആൾക്കാർ എന്ത് ചെയ്യും, സുജൂദായിട്ട് തല വെച്ചിട്ട് അതിന് കുറെ അപ്പുറത്തായിരിക്കും കൈ വെച്ചിട്ടുണ്ടാവുക. അത് ശരിയല്ല. ചില ആൾക്കാർ പറ്റേ പിറകോട്ട് വന്നിട്ട് എന്ത് ചെയ്യും, മുട്ടുകാലിനോട് ചേർത്ത് വെച്ചിട്ട് കൈ വെക്കും. അതും എന്തല്ല, ശരിയല്ല. രണ്ട് രൂപങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ കൈകൾ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക, തല വെക്കുക. നമ്മുടെ തലയുടെ രണ്ട് ഭാഗങ്ങളിലായിട്ട് കൈകൾ വരുന്ന ഒരു രൂപം. അല്ലെങ്കിൽ നമ്മുടെ ചുമലിന് നേരായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ രണ്ട് കൈകൾ വെക്കുക എന്നുള്ള. കൈകൾ വെക്കുമ്പോൾ എങ്ങനെ വെക്കണം? കൈവിരലുകൾ ചേർത്ത് വെക്കണം. വൈദാ സജദ ദമ്മ അസാബിഅഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുമ്പോൾ കൈവിരലുകൾ ചേർത്ത് വെച്ചിരുന്നു. റുക്കൂ ചെയ്യുമ്പോൾ കൈവിരലുകൾ അകറ്റി വെച്ചിരുന്നു. പിന്നെ കക്ഷത്തിൽ നിന്ന് എന്ത് ചെയ്യുക, അകറ്റി വെക്കുക എന്നാണ്. കക്ഷത്തിൽ നിന്ന് അകറ്റി വെക്കുക. ഒറ്റക്കൊക്കെ നിസ്കരിക്കുമ്പോൾ എളുപ്പമാണ്. എന്നാൽ സൊഫിലൊക്കെ നിസ്കരിക്കുമ്പോൾ ചില സൊഫുകളൊക്കെ നല്ല തിരക്കുള്ള സൊഫുകളായിരിക്കും. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ അകറ്റി വെക്കാൻ എന്നാൽ അപ്പുറത്തേക്കൊന്നും ഇടങ്ങറാകും. അത് ചെയ്യരുത്. അവിടെ എങ്ങനെയാണ് കഴിയുക അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. ഇനി ഇവിടെ വരുന്നുണ്ട് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, കൈത്തണ്ടയും കൈമുട്ടും എന്ത് ചെയ്യണം, നമ്മൾ ഉയർത്തി വെക്കന്നെ വേണം. ഇതെന്തല്ല സുജൂദിൻ്റെ അവയവമല്ല. ഇതും എന്തല്ല സുജൂദിൻ്റെ അവയവമല്ല. ഇത് രണ്ടും എന്ത് ചെയ്യണം, ഉയർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സജദ്ത ഫദ കഫൈക വർഫ മിർഫഖൈക. നിങ്ങൾ സുജൂദ് ചെയ്യുമ്പോൾ നിങ്ങൾ കൈപ്പത്തികൾ എന്ത് ചെയ്യുക, നിലത്ത് വെക്കുക. മിർഫഖ് എന്ന് പറഞ്ഞാൽ മുട്ട്, കൈമുട്ട് എന്ത് ചെയ്യുക, ഉയർത്തി വെക്കുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല, വലാ യബ്സുത് അഹദുകും ദിറാഇഹി ഇംബിസാത്തൽ കൽബി. നായ കിടക്കുന്ന പോലെ എന്ത് ചെയ്യരുത്, നമ്മൾ സുജൂദിൽ കിടക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നായ കിടക്കുക എങ്ങനെയാണ്? ഈ കൈത്തണ്ട നിലത്ത് വെച്ചിട്ടാണ് നായ കിടക്കുക. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്, സുജൂദ് ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ കൈപ്പത്തിയാണ് നിലത്ത് കുത്തേണ്ടത്, കൈത്തണ്ടയല്ല, കൈമുട്ടല്ല. ഇതൊക്കെ എന്ത് ചെയ്യണം, ഉയർന്നു നിൽക്കണം. ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും എന്താണ്, ഒരേപോലെയാണ്. സുജൂദ് ചെയ്യുന്നിടത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെയാണ്. അത് സുജൂദ് ചെയ്യുന്നിടത്ത് മാത്രമല്ല, നിസ്കാരത്തിൻ്റെ എല്ലാ രൂപങ്ങളിലും എന്താണ്, സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെയാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായിട്ടാണോ നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങളും നിസ്കരിക്കണം. ഇത് ആർക്ക് മാത്രമുള്ള നിയമമല്ല, ആണുങ്ങൾക്ക് മാത്രമുള്ള നിയമമല്ല, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉള്ള നിയമമാണ്. അപ്പം നബി എങ്ങനെയാണോ നിസ്കരിച്ചത് അതുപോലെ തന്നെയാണ് പെണ്ണുങ്ങളും എന്ത് ചെയ്യേണ്ടത്, നിസ്കരിക്കേണ്ടത്. അപ്പം നബി സുജൂദ് ചെയ്യുമ്പോൾ കൈകൾ എങ്ങനെ വെച്ചത്, കൈപ്പത്തി നിലത്ത വെച്ചത്, കൈത്തണ്ട ഉയർത്തിയിട്ടാണ് വെച്ചത്, കൈമുട്ട് ഉയർത്തിയിട്ടാണ് വെച്ചത്. അപ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്യണം, സുജൂദ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ വെക്കണം. സുജൂദിൽ മാത്രമല്ല, നിസ്കാരത്തിൻ്റെ എല്ലാ കർമ്മങ്ങളിലും പുരുഷന്മാരെ പോലെ തന്നെയാണ് സ്ത്രീകൾ നിർവഹിക്കേണ്ടത്. ഇപ്പോൾ ഇമാം അൽബാനി റഹ്മഹുല്ലാ, ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മഹുല്ലാഹു തആലക്ക് സിഫത്തു സ്വലാത്തിൻ നബി എന്ന് പറഞ്ഞിട്ടൊരു കിതാബുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം പല ഭാഷകളിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സിഫത്തു സ്വലാത്തിൻ നബി എന്ന ഗ്രന്ഥത്തിൽ ഏറ്റവും അവസാനം ഇമാം അൽബാനി റഹ്മഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഇതൊക്കെയാണ് നിസ്കാരത്തിൻ്റെ രൂപം. ആ രൂപങ്ങൾ മൊത്തം വിവരിച്ചിട്ട് ഇമാം അൽബാനി റഹ്മഹുല്ലാഹു തആല പറയാണ്, ഇതിൽ സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകമായിട്ട് എന്തില്ല, ഒരു രൂപമില്ല. പുരുഷന്മാരെങ്ങനെയാണോ നിസ്കരിക്കേണ്ടത് അതുപോലെ തന്നെയാണ് സ്ത്രീകളും നിസ്കരിക്കേണ്ടത്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്നതിൽ സ്ത്രീകളും പെട്ടു. അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള കൽപ്പനയാണ്. അപ്പോൾ ഒരു കാര്യത്തിൽ സ്ത്രീകൾക്ക് വേറെ രൂപം ഉണ്ടെന്ന് പറയണമെങ്കിൽ എന്ത് വേണം, വേറെ തെളിവ് വേണം. അപ്പം അങ്ങനത്തെ തെളിവൊന്നും ഒരു വിഷയത്തിലും വന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി കൈവിരലുകൾ വെക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. വിരലുകൾ എങ്ങോട്ടായിരിക്കണം, കിബിലയിലേക്കായിരിക്കണം. സുജൂദ് ചെയ്യുമ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും, ഇങ്ങനെ കൈവച്ച് സുജൂദ് ചെയ്യുന്നവരുണ്ട്, ഇങ്ങനെ കൈവച്ച് സുജൂദ് ചെയ്യുന്നവരുണ്ട്. അതൊന്നും ശരിയല്ല. കൈവിരലുകൾ നേരെ കിബിലയിലേക്കാണ് നമ്മൾ വെക്കേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ.